ചാപ്റ്റർ നമ്പർ 4 വെബ് ടെക്നോളജി എന്ന ചാപ്റ്റർ നമ്പർ 4ലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് എന്താണെന്ന കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് എന്നുള്ള ടേം നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുക, നാടകത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആ കഥയെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ആ നാടകത്തിൽ അവതരിപ്പിക്കേണ്ട കോണ്ടൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ക്രിപ്റ്റ് എന്ന് പറയുക. പക്ഷേ നമ്മുടെ വെബ് ഡിസൈനിങ്ങിൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ടെക്നോളജിയിൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതല്ല, മറിച്ച് പ്രോഗ്രാമുകളെയാണ്. വെബ് പേജിനകത്ത് എഴുതുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. വെബ് പേജിനകത്തിന് എഴുതുന്ന പ്രോഗ്രാമിനെയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയാം. സോ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. സ്ക്രിപ്റ്റ്സ് ആർ പ്രോഗ്രാം കോഡ്സ് റിട്ടൺ ഇൻസൈഡ് HTML പേജ്. HTML പേജ് അഥവാ വെബ് പേജിനകത്ത് എഴുതുന്ന പ്രോഗ്രാം കോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വെബ് പേജിനകത്ത് എഴുതുന്ന പ്രോഗ്രാം. മനസ്സിലായല്ലോ? ഇനിയോ, ദേ ആർ യൂസ്ഡ് ടു മേക്ക് വെബ് പേജ് ഇൻട്രാക്റ്റീവ്. ഒരു വെബ് പേജിനെ ഇൻട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റിൻ്റെ ലക്ഷ്യം. ഒരു വെബ് പേജിനെ അട്രാക്റ്റീവ് ആക്കാൻ നമ്മൾ CSS ഉപയോഗിക്കും, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. ഒരു വെബ് പേജിനെ ഇൻട്രാക്റ്റീവ് ആക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും, സ്ക്രിപ്റ്റ് യൂസ് ചെയ്യും. സ്ക്രിപ്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. രണ്ട് തരം പ്രോഗ്രാമുകളുണ്ട് നമുക്ക്. അത് ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമും സെർവർ സൈഡ് പ്രോഗ്രാമും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളിരിക്കും അല്ലേ, ഇത് ക്ലയൻറ്റ് അല്ലേ, ഇവിടെ സെർവർ ഇരിക്കും, ദിസ് ഈസ് സെർവർ. ഇവിടെ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ സ്ക്രിപ്റ്റിനെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്നും ഇവിടെ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്നും പറയുന്നു. ഓക്കെ, ക്ലയൻറ്റ് സൈഡിൽ റൺ ചെയ്യുക. ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രൗസർ. നമ്മുടെ ബ്രൗസറിൽ, നമ്മുടെ മൊബൈൽ ഫോണിലെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ ബ്രൗസറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. അതുപോലെ സെർവർ സൈഡിൽ ഇവിടെ റൺ ചെയ്യുന്ന പ്രോഗ്രാമിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് വിളിക്കുന്നു. അതേപോലെ ഈ ക്ലയൻറ്റ് സൈഡിൽ പ്രോഗ്രാം എഴുതണമെങ്കിൽ, ഇവിടെ പ്രോഗ്രാം എഴുതണമെങ്കിൽ അതിനൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കും. ആ ലാംഗ്വേജിനെ നമ്മൾ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് വിളിക്കും. സെർവർ സൈഡിൽ പ്രോഗ്രാം എഴുതാനും ഒരു ലാംഗ്വേജ് ഉപയോഗിക്കും. ആ ലാംഗ്വേജിനെ നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്ലയൻറ്റ് സൈഡിൽ എഴുതുന്ന പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, മറ്റൊന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സോ ദാറ്റ്സ് വാട്ട് ഹിയർ. ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. സ്ക്രിപ്റ്റ് എഴുതാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഇസ് കോൾഡ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, ദ അതർ വൺ ഇസ് കോൾഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ 1 by 1 വിശദമായിട്ട് പഠിക്കാം. എന്താണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. സീ ദിസ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഓക്കെ, client side scripting language used to write programs which will run at the client side or browser. ക്ലയൻറ്റ് സൈഡിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാം എഴുതാനാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ബ്രൗസറിൽ റൺ ചെയ്യാൻ എഴുതുന്ന പ്രോഗ്രാമിനാണ് എന്തുപയോഗിക്കുക, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുക. അതായത് നമുക്ക് ഇവിടെ പ്രോഗ്രാം എഴുതണമെങ്കിൽ, ഇവിടെ ബ്രൗസറിൽ ഒരു പ്രോഗ്രാം എഴുതി റൺ ചെയ്യണമെങ്കിൽ എന്തുപയോഗിക്കണം, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യണം. പിന്നെ പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ HTML യൂസിങ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിനകത്താണ്, ഏത് ടാഗിനകത്താണ്, സ്ക്രിപ്റ്റ് ടാഗിനകത്താണ് ഈ പ്രോഗ്രാം എഴുതേണ്ടത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊരു ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഈ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, കൊമേഴ്സ് കുട്ടിയൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രോഗ്രാം നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഈ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു പ്രോഗ്രാം ഇവിടെ പറയുന്നത്. കൊമേഴ്സ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പ്രോഗ്രാം പഠിക്കാനുണ്ട്, സ്ക്രിപ്റ്റ് എഴുതാൻ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യുക. കൊമേഴ്സ് കുട്ടികൾ പ്രോഗ്രാം ശ്രദ്ധിക്കുക. ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാം ശ്രദ്ധിക്കേണ്ട, ഈ കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് തൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് പരീക്ഷയ്ക്ക് പഠിക്കുകയൊന്നും വേണ്ട ഈ പ്രോഗ്രാം. ഓക്കെ, നൗ നോക്കിക്കാം നമ്മൾ എങ്ങനെയാണ്. നമ്മൾ ജീനി എടുത്തു. ജീനിക്കകത്ത് നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണ്, HTML പേജ് ക്രിയേറ്റ് ചെയ്യാണ്. HTML അല്ലേ, ഇങ്ങനെയാണ് HTML പേജ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ. ഇതിനകത്ത് നമുക്ക് 2 സെക്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്, ഹെഡ് സെക്ഷൻ അല്ലേ. HTML എല്ലാവർക്കും പഠിക്കാനുണ്ട് കേട്ടോ, കൊമേഴ്സിനുണ്ട് ഹ്യൂമാനിറ്റീസിനുണ്ട്. അതുപോലെ ഹെഡ് സെക്ഷൻ, അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് ബോഡി സെക്ഷൻ അല്ലേ, ബോഡി സെക്ഷൻ.
രണ്ട് സെക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഹെഡ് സെക്ഷനകത്ത് നമുക്ക് ടൈറ്റിലൊക്കെ എഴുതാം അല്ലേ. ടൈറ്റിൽ മൈ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എന്നൊരു ടൈറ്റിൽ അങ്ങ് കൊടുത്തു. ഹെഡിനകത്ത് ഒരു ടൈറ്റിൽ അങ്ങ് കൊടുത്തു. ബോഡിക്കകത്ത് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് കൊടുക്കാം. വെൽക്കം ടു മൈ ഇ സ്കൂൾ, വെൽക്കം ടു മൈ ഇ സ്കൂൾ എന്നൊക്കെ കൊടുക്കാം. ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു വെബ് പേജ് റൺ ചെയ്യും അല്ലേ. വെൽക്കം ടു മൈ സ്കൂൾ. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളറൊക്കെ അങ്ങ് മാറ്റി കൊടുക്കാം അല്ലേ. ബാക്ക്ഗ്രൗണ്ട് കളർ ബി ജി കളർ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ബ്ലാക്ക് അങ്ങ് കൊടുക്കാം അല്ലേ. ടെക്സ്റ്റിൻ്റെ കളർ നമുക്കൊരു യെല്ലോ ആക്കാം. ടെക്സ്റ്റിൻ്റെ കളർ നമ്മൾ എന്ത് ചെയ്യുന്നു? യെല്ലോ ആക്കുന്നു അല്ലേ. ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ് പേജ് ഇങ്ങനെ കിട്ടും. വെൽക്കം ടു മൈ സ്കൂൾ, ദെൻ ഒരു ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വെബ് പേജ്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക? വെബ് പേജിനകത്ത് ഇതാണല്ലോ നമ്മളെ കോഡ്. ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുക, സ്ക്രിപ്റ്റ് എഴുതുക? സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ നമ്മൾ ഒരു ടാഗ് യൂസ് ചെയ്യണം. ആ ടാഗിൻ്റെ പേരാണ് സ്ക്രിപ്റ്റ് ടാഗ്. കണ്ടോ? സ്ക്രിപ്റ്റ് ടാഗ്. ഈ ടാഗിനകത്ത് വേണം, ഇതിനകത്ത് വേണം നമ്മൾ പ്രോഗ്രാം എഴുതുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ക്രിപ്റ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിനകത്താണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. അതാണ് നമ്മൾ എഴുതുന്നത്. നമ്മളിവിടെ ഒരു പ്രോഗ്രാം എഴുതുന്നു, ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ. അലേർട്ട് വെൽക്കം ടു മൈ ഇ സ്കൂൾ, വെൽക്കം ടു മൈ ഇ സ്കൂൾ എന്നുള്ളൊരു മെസ്സേജ് ആണ് കൊടുത്തത്. ഓക്കെ. ഇനി ഇത് നമ്മൾ വീണ്ടും റൺ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യും. ഈ സ്ക്രിപ്റ്റ് ടാഗിന് ഈ ടാഗിനകത്ത് എഴുതിയിരിക്കുന്ന ഇതിനും അകത്ത് എഴുതിയിരിക്കുന്ന ഈ പ്രോഗ്രാമിനെ റൺ ചെയ്യുന്നത് നമുക്ക് കാണാം. ഞാൻ റൺ ചെയ്യുന്നു, ബിൽഡിനകത്ത് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടോ? ഒരു മെസ്സേജ് വന്നല്ലോ, വെൽക്കം ടു മൈ സ്കൂൾ. ഈ മെസ്സേജ് വരാൻ കാരണം ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമാണ്, കോഡാണ്. ആ കോഡ് എവിടെ എഴുതിയിരിക്കുന്നത്? സ്ക്രിപ്റ്റ് ടാഗിനകത്താണ് എഴുതിയിരിക്കുന്നത്. ഇതുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. ഒന്നുകൂടി റൺ ചെയ്ത് നോക്ക്. ഞാനിത് ക്ലോസ് ചെയ്തു. ഓക്കെ. വീണ്ടും നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നു, ബിൽഡിൽ പോകുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാ ഉടനെ ആദ്യം എന്താ വന്നിരിക്കുന്നത്? നമ്മുടെ വെൽക്കം ടു മൈ ഇ സ്കൂൾ എന്നുള്ള നമ്മുടെ ആ അലേർട്ടിനകത്ത് കൊടുത്തിരിക്കുന്ന മെസ്സേജ് വന്നു. അതിനുശേഷം നമ്മൾ വെബ് പേജ് ലോഡ് ചെയ്തു. കണ്ടോ? റെഡി? സോ ദിസ് ഇസ് വാട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് റൺ ചെയ്യുന്നത്? ബ്രൗസറാണ് റൺ ചെയ്യണത് അല്ലേ. നമ്മൾ എവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? ഈ ബ്രൗസറിനകത്താണ് ഈ പേജ് റൺ ചെയ്തിരിക്കുന്നത്. ബ്രൗസറാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് റൺ ചെയ്യുക. ഒരു വെബ് പേജ് നമ്മൾ എവിടെ ഓപ്പൺ ചെയ്യുക? ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് മെഷീനാണ് അല്ലേ. നമ്മുടെ ബ്രൗസർ ഒരു ക്ലയൻറ്റ് മെഷീനാണ്. അപ്പോൾ വെബ് പേജ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ചില പ്രോഗ്രാമും ആ ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പ്രോഗ്രാമിനെ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാം അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയും. ആ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കണ്ടിരിക്കുന്നത്. ഓക്കെ. നമ്മളിത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഈ മെസ്സേജ് ഉണ്ടല്ലോ, ഈ മെസ്സേജ്, ദിസ് വൺ, അത് ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമായ ഈ പ്രോഗ്രാം റൺ ചെയ്തിട്ട് കിട്ടിയ റിസൾട്ടാണ്. മനസ്സിലായല്ലോ? സോ ദിസ് ഇസ് വാട്ട് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഇനി നമ്മളെ ടോപ്പിക്കിലേക്ക് തിരിച്ചു പോകാം അല്ലേ, ഡിസ്കഷനിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. യൂസ്ഡ് ടു റൈറ്റ് പ്രോഗ്രാംസ് വിച്ച് വിൽ റൺ അറ്റ് ക്ലയൻറ്റ് സൈഡ്. ബ്രൗസറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാം എഴുതാനാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് സ്ക്രിപ്റ്റ് ഇൻ HTML യൂസിങ് സ്ക്രിപ്റ്റ് ടാഗ്. സ്ക്രിപ്റ്റ് ടാഗിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോഗ്രാം എഴുതുന്നത്. ഇനി പറയുന്നതെന്നോ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ എന്ന് നോക്കാം. എന്താണ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ? നമ്മളിപ്പോൾ ജിമെയിലിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തു, ജിമെയിൽ. അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇമെയിൽ ID ഇവിടെയുണ്ട്. ഞാൻ പാസ്വേഡ് ഇവിടെയാണ് ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടത് അല്ലേ. ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യാതെ നെക്സ്റ്റ് നടിച്ചു. ഉടനെ ഇവിടെ ഒരു മെസ്സേജ് വന്നു, എൻ്റർ യുവർ പാസ്വേഡ് അല്ലേ.
എൻ്റർ യുവർ പാസ്വേഡ്. ഇവിടെ ഒരു വാലിഡേഷൻ നടന്നിരിക്കുക. എന്താ വാലിഡേഷൻ? നമ്മളിവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ. പാസ്വേഡ് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചാൽ സെർവറിലേക്ക് പോകും. പാസ്വേഡ് കൊടുക്കാതെ നമ്മൾ വെറുതെ ഇവിടെ നെക്സ്റ്റ് എന്ന് അടിച്ചാൽ കണ്ടോ ഈ മെസ്സേജ് വരും, എൻ്റർ യുവർ പാസ്വേഡ്. ഈ മെസ്സേജ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അറിയോ? ഈ മെസ്സേജ് വന്നിരിക്കുന്നത് ക്ലയൻറ്റ് സൈഡിലുള്ള ഒരു പ്രോഗ്രാം വഴിയാണ്. ആ പ്രോഗ്രാം വാലിഡേറ്റ് ചെയ്യും. എന്ത് വാലിഡേറ്റ് ചെയ്യും? ഇവിടെ നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് വാലിഡേറ്റ് ചെയ്യും. അത് വാലിഡേറ്റ് ചെയ്യാൻ സെർവറിൽ പോകേണ്ട കാര്യമുണ്ടോ? നമ്മളിവിടെ എന്തെങ്കിലും വാല്യൂ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പിന്നെ സെർവറിൽ പോയിട്ട് ചെക്ക് ചെയ്യണോ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഇത് നമ്മുടെ ലാപ്ടോപ്പിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ പാസ്വേഡ് കൊടുക്കണമെന്ന് പറയണമെങ്കിൽ ഇവിടെ വരെ സെർവറിൽ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആർക്കെന്നെ പറയാം? ബ്രൗസറിന് തന്നെ ചെക്ക് ചെയ്യാം. എന്ത്? നമ്മളിവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഇവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് ആർക്ക് ചെക്ക് ചെയ്യാം? ബ്രൗസറിന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു വാലിഡേഷൻ നടക്കും. എന്താണ് വാലിഡേഷൻ നടക്കുന്നത്? പാസ്വേഡ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേന്ന്. ആ ചെക്കിങ് എവിടെ ചെയ്യാൻ പറ്റും? ബ്രൗസറിന് തന്നെ അത് ചെക്ക് ചെയ്യാൻ പറ്റും. ബ്രൗസറെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ വെബ് പേജിനകത്ത് ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാം എഴുതണം. നമ്മൾ പേജ് ഉണ്ടാക്കുമ്പോൾ, നമ്മളൊരു ലോഗിൻ പേജ് ഉണ്ടാക്കുമ്പോൾ, നമ്മളെ വെബ്സൈറ്റിന് ഒരു ലോഗിൻ പേജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പിന്നെ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യില്ലേ സാധാരണ. അപ്പോൾ ആ പേജ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ എന്തും കൂടെ ചെയ്യണം, ഈ സബ്മിറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് വാലിഡേറ്റ് ചെയ്യണം. അങ്ങനെ വാലിഡേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ക്ലയൻറ്റ് സൈഡിൽ തന്നെ എഴുതാം, ബ്രൗസറിന് തന്നെ ആ പ്രോഗ്രാം റൺ ചെയ്യാം. എന്നിട്ട് യൂസറിനോട് പറയാം നിങ്ങളിവിടെ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല, വാല്യൂ എൻ്റർ ചെയ്യണം, എൻ്റർ യുവർ പാസ്വേഡ് എന്നുള്ള മെസ്സേജ് വരും. കണ്ടോ, നമ്മൾ എൻ്റർ ചെയ്യാത്തതുകൊണ്ട് കണ്ടോ ഇവിടെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാം റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മെസ്സേജ് വരുന്നത്. ഇങ്ങനെയുള്ള മെസ്സേജിനെയാണ് നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചെക്കിങ്ങിനെയാണ് നമ്മൾ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രോഗ്രാം എഴുതാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. എന്തുപയോഗിക്കാം? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടോ, പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ സെർവറിൽ പോകേണ്ട കാര്യമില്ല, ബ്രൗസറിന് തന്നെ ചെക്ക് ചെയ്യാം. ബ്രൗസർ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വെബ് പേജിനകത്ത് ക്ലയൻറ്റ് സൈഡിൽ പ്രോഗ്രാം എഴുതണം. ഇത് വാലിഡേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതണം. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. എന്തിനാണ് സാധാരണ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക? ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ ചെയ്യാൻ. യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടോ, പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനാണ് സാധാരണഗതിയിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. അതിന് മാത്രമാണോ? അല്ല. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാംസ് ഫോർ കാൽക്കുലേഷൻസ്. ചില കാൽക്കുലേഷൻസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചില കാൽക്കുലേഷൻസൊക്കെ ഇപ്പോൾ 1+2 2 നമ്പർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിലൊരു മാറ്റം വരുത്തുകയാണ്. ഞാനിവിടെ ചെറിയൊരു പ്രോഗ്രാം എഴുതുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഞാൻ ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ എക്സ്, വൈ, ഇസഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞു x = 10 അല്ലേ, y = 20. എന്നിട്ട് ഞാൻ പറഞ്ഞു z = x + y. എന്നിട്ട് അവസാനം പ്രോഗ്രാമിൽ പറയുന്നു അലേർട്ട് z. ഈ പ്രോഗ്രാം വളരെ സിമ്പിളായിട്ട് പറയാം. 3 വേരിയബിളുണ്ട് x, y, z. എക്സിൽ 10 സ്റ്റോർ ചെയ്തു, വൈയിൽ 20 സ്റ്റോർ ചെയ്തു, ഇസഡിൽ എക്സും വൈയും കൂടി ആഡ് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്തു. ആ ഇസഡ് എന്നുള്ളത് അലേർട്ട് ചെയ്തു പറഞ്ഞാൽ അത് ഡിസ്പ്ലേ ചെയ്യാൻ പറയുകയാണ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി ഈ പ്രോഗ്രാമിൽ റൺ ചെയ്യാണ്, എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ 30 ഡിസ്പ്ലേ ചെയ്തു. 30 എന്താ കാര്യം? അത് ഡിസ്പ്ലേ ചെയ്യാൻ കാരണം ഈ പ്രോഗ്രാമാണ്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു കാൽക്കുലേഷൻ നടത്തുക. ഇങ്ങനെയുള്ള കാൽക്കുലേഷൻ നടത്താനൊക്കെ ഉള്ള പ്രോഗ്രാം എന്തുപയോഗിച്ചിട്ട് എഴുതാം? സ്ക്രിപ്റ്റ്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എഴുതാം. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാംസ് ഫോർ കാൽക്കുലേഷൻസ്. ചില കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എഴുതാം. അപ്പോൾ 2 കാര്യത്തിനാണ് പൊതുവേ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. ഒന്ന് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ, യൂസർ നെയിം എൻ്റർ ചെയ്തണോ, പാസ്വേഡ് എൻ്റർ ചെയ്തണോ, ആധാർ നമ്പർ എൻ്റർ ചെയ്തണോ, അഡ്മിഷൻ നമ്പർ എൻ്റർ ചെയ്തണോ, നെയിം എൻ്റർ ചെയ്തണോ, ഫോൺ നമ്പർ തന്നെയാണോ കൊടുത്തത്, ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തണോ, ഇങ്ങനെയുള്ള ചില വാലിഡേഷൻസ് ചെയ്യാൻ പറ്റും. അതിനുള്ള പ്രോഗ്രാം ക്ലയൻറ്റ് സൈഡിൽ എഴുതാം.
ബ്രൗസറിന് തന്നെ അത് ചെക്ക് ചെയ്യാം. സെർവറിൽ പോവേണ്ട കാര്യമില്ല. പക്ഷേ ബ്രൗസറിൽ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ പ്രോഗ്രാം എഴുതണം. ആ പ്രോഗ്രാമിനെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്, ആ എഴുതാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെയാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലയൻറ്റ് സൈഡിൽ പ്രോഗ്രാം എഴുതാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് ജാവ സ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും ഒക്കെ. അപ്പോൾ എക്സാമിൽ ചോദിക്കും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിന് എക്സാമ്പിൾ ചോദിച്ചാൽ എന്ത് എഴുതണം? ജാവ സ്ക്രിപ്റ്റ് ഈസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്, VB സ്ക്രിപ്റ്റ് ഈസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ ആണല്ലോ? സോ വി ഹാവ് ഡൺ വിത്ത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. 2 ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും. എന്താണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നോക്കാം. നമുക്ക് 1 by 1 നോക്കാം. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് യൂസ്ഡ് ടു റൺ പ്രോഗ്രാം അറ്റ് സെർവർ സൈഡ്. സെർവർ സൈഡിൽ പ്രോഗ്രാം റൺ ചെയ്യാനാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ആർക്കിടെക്ചറിൽ ഇത് ക്ലൈൻറ്റ് അല്ലേ, ഇത് സെർവറാണെന്ന് വിചാരിക്കുക. ഈ സെർവറിൽ റൺ ചെയ്യാൻ എഴുതുന്ന പ്രോഗ്രാമാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ്. അത് എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷയാണ്, ലാംഗ്വേജാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെർവർ സൈഡിൽ പ്രോഗ്രാം റൺ ചെയ്യിക്കാൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ വാല്യൂ ഒന്നും കൊടുത്തില്ല, പാസ്വേഡൊന്നും കൊടുത്തില്ല. നെക്സ്റ്റ് അടിച്ച് ഉടനെ ഒരു മെസ്സേജ് വന്നു, എൻ്റർ യുവർ പാസ്വേഡ്. ഇത് ബ്രൗസറാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റാണ് റൺ ചെയ്തിരിക്കുന്നത്. ആ പ്രോഗ്രാമാണ് നമ്മോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയുന്നത്. ഇനി ഞാൻ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, ഞാൻ ഒരു തെറ്റായ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, തെറ്റായ പാസ്വേഡ് എൻ്റർ ചെയ്താൽ നെക്സ്റ്റ് നടിച്ചു കേട്ടോ. ഇപ്പോൾ കണ്ടോ, സെർവറിൽ പോയി വന്നു അല്ലേ? ഇവിടെ ഒരു കളറൊക്കെ മാറി ഒന്ന് കണ്ടില്ലേ? ഉണ്ടോ? ഞാൻ ഒന്നും കൂടി ചെയ്യാം. കണ്ടോ, സെർവറിൽ പോയി വന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? റോങ് പാസ്വേഡ്, ട്രൈ അഗെയിൻ ഓർ ക്ലിക്ക് ഫോർഗോട്ട് പാസ്വേഡ് ടു റീസെറ്റ്. ഇത് റോങ് പാസ്വേഡ് ആണെന്ന് പറഞ്ഞു. ഇത് റോങ് പാസ്വേഡാണെന്ന് ബ്രൗസറിന് പറയാൻ പറ്റുമോ? നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിന്, നമ്മളെ ലാപ്ടോപ്പിന് പറയാൻ പറ്റുമോ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് റോങ് പാസ്വേഡാണ്? ഇല്ല. അതാർക്കേ പറയാൻ പറ്റുള്ളൂ? അത് നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ് സെർവറിലെത്തിയിട്ട് സെർവർ ചെക്ക് ചെയ്യണം. സെർവറിൻ്റെ ഡേറ്റാബേസിൽ നമ്മുടെ യൂസർ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പാസ്വേഡ് ഉണ്ടോ ഇല്ലേ എന്ന് ആർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ? സെർവറിനെ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇവിടുന്ന് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? നേരെ എങ്ങോട്ട് പോവും? രണ്ടും എൻട്രി ചെയ്തിട്ടുണ്ടോ? നേരെ എങ്ങോട്ട് പോവും? സെർവറിലേക്ക് പോവും. സെർവർ ചെക്ക് ചെയ്യും അതിൻ്റെ ഡേറ്റാബേസിൽ ഇങ്ങനെ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പാസ്വേഡും യൂസർ നെയിം പാസ്വേഡും ഇല്ലെങ്കിൽ എന്ത് മെസ്സേജ് വരും? ഇങ്ങോട്ട് വരും, ഈ റോങ് പാസ്വേഡ്. അപ്പോൾ ആരാ ചെക്ക് ചെയ്യണത്? സെർവറാണത് ചെക്ക് ചെയ്യണത്. അപ്പോൾ എവിടെയാണ് പ്രോഗ്രാം റൺ ചെയ്യണത്? ചെക്ക് ചെയ്യണ പ്രോഗ്രാം എവിടെയാണ് റൺ ചെയ്യണത്? സെർവർ സൈഡിലാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യണത്. സെർവർ സൈഡിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മൾ കൊടുത്ത യൂസർ നെയിം പാസ്വേഡും കറക്റ്റാണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ ആർക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ല? നമ്മുടെ ബ്രൗസറിന്, നമ്മളെ ക്ലയൻറ്റ് മെഷീന്, നമ്മളെ ലാപ്ടോപ്പിനോ മൊബൈൽ ഫോണിനോ നമ്മൾ കൊടുത്ത പാസ്വേഡ് ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ എവിടെയുള്ളത്? സെർവറിലാണുള്ളത്. അതുകൊണ്ട് സെർവറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് വെരിഫൈ ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെയാണ് പ്രോഗ്രാം എഴുതേണ്ടത്? സെർവറിലാണ് പ്രോഗ്രാം എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം എഴുതാനാണ് എന്ത് യൂസ് ചെയ്യണത്? നമ്മൾ പറഞ്ഞിരിക്കുന്ന സെർവർ സൈഡ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതിനുപയോഗിക്കുന്ന ലാംഗ്വേജാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. ഒന്നുകൂടെ പറയാം. Server side scripting lines are used to run program at a server side. സെർവർ സൈഡിൽ റൺ ചെയ്യേണ്ട പ്രോഗ്രാം നമ്മൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം കറക്റ്റാണോ, പാസ്വേഡ് കറക്റ്റാണോ, നമ്മൾ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പർ കറക്റ്റാണോ, നമ്മൾ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പർ കറക്റ്റാണോ, ഇതൊന്നും ക്ലയൻറ്റിനോ ബ്രൗസറിനോ തീരുമാനിക്കാൻ പറ്റില്ല. ക്ലയൻറ്റ് സൈഡിലുള്ള പ്രോഗ്രാമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനാകെ ചെയ്യാൻ പറ്റുക നമ്മൾ കൊടുത്തിട്ടുണ്ടോ, യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടോ, പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? കൊടുത്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? സെർവറിനെ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ ജിമെയിൽ സെർവറിനെ അറിയുള്ളൂ. നമ്മളെ യൂസർ നെയിം പാസ്വേഡും കൊടുത്തത് ശരിയാണോ ചെക്ക് ചെയ്യാൻ ആർക്കേ അറിയുള്ളൂ? ജിമെയിൽ സെർവറിനെ അറിയുള്ളൂ. നമ്മളെ SBI ബാങ്കിൻ്റെ സൈറ്റിലേക്ക് കയറിയിട്ട് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ആർക്കേ ചെയ്യാൻ, ഇത് എൻ്റർ ചെയ്ത വാല്യൂ ശരിയാണോ അല്ലേ എന്ന് വെരിഫൈ ചെയ്യാൻ ആർക്കേ കഴിയുള്ളൂ? ബാങ്കിൻ്റെ സെർവറിനെ കഴിയുള്ളൂ. അപ്പോൾ സെർവർ സൈഡിലും പ്രോഗ്രാം വേണം. നമുക്ക് എന്ത് വേണം? രണ്ട് സൈഡിലും പ്രോഗ്രാം വേണം. എവിടെയൊക്കെ പ്രോഗ്രാം വേണം? ക്ലയൻറ്റ് സൈഡിലും പ്രോഗ്രാം വേണം അല്ലേ? ക്ലയൻറ്റ് സൈഡിൽ പ്രോഗ്രാം വേണം. അതേപോലെ നമുക്ക് എന്ത് വേണം? സെർവർ സൈഡിലും പ്രോഗ്രാം വേണം.
ക്ലയൻറ്റ് സൈഡിൽ എഴുതുന്ന പ്രോഗ്രാമിനെ നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയും. സെർവർ സൈഡിൽ എഴുതുന്ന പ്രോഗ്രാമിനെ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയും. ക്ലയൻറ്റ് സൈഡിൽ സ്ക്രിപ്റ്റ് എഴുതാൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യും. സെർവർ സൈഡിൽ പ്രോഗ്രാം എഴുതാൻ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യും. മനസ്സിലായല്ലോ? നൗ അടുത്ത പോയിൻ്റ് എന്താ? ഇറ്റ് ടേക്സ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ്, പ്രോസസ് ഇറ്റ് ആൻഡ് റിസൾട്ട് സെൻസ് ടു ദ ക്ലയൻറ്റ്. കുറച്ച് ഷോർട്ടാക്കിയിട്ട് എഴുതിയാണ്. നമ്മളിപ്പോൾ പിന്നെ യൂസർ നെയിം പാസ്വേഡൊക്കെ എൻ്റർ ചെയ്തല്ലോ. എൻ്റർ ചെയ്തു. എവിടെ എൻ്റർ ചെയ്തു? നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തിട്ട് ലോഗിൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ലോഗിൻ നേരെ എന്ത് ചെയ്യും? നേരെ ഈ യൂസർ നെയിം പാസ്വേഡും നെറ്റ്വർക്കിലൂടെ എങ്ങോട്ട് വരും? സെർവറിലേക്ക് വരും. സെർവർ സൈഡിലെ പ്രോഗ്രാം എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. എന്തുണ്ടാവും? ഇവിടെ സെർവർ സൈഡിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടാവും. ആ ഡാറ്റാബേസിൽ എല്ലാവരുടെയും യൂസർ നെയിം പാസ്വേഡും ഉണ്ടാവും. ഈ ഡാറ്റാബേസിൽ. അപ്പോൾ ഇവിടെയുള്ള പ്രോഗ്രാം എന്ത് ചെയ്യും? ഈ വരുന്ന യൂസർ നെയിമും പാസ്വേഡും എവിടെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും. ഈ ഡാറ്റാബേസിൽ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് വെരിഫൈ ചെയ്യും. എന്നിട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ ലോഗിൻ ചെയ്യാൻ സമ്മതിക്കും. ഇല്ലെങ്കിൽ നമ്മളോട് പറയും റോങ് പാസ്വേഡാണ്, റോങ് യൂസർ നെയിമാണ്, അല്ലെങ്കിൽ റോങ് പാസ്വേഡാണെന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ സെർവർ സൈഡിൽ പ്രോഗ്രാം എഴുതണമെങ്കിൽ എന്തും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സെർവർ സൈഡിൽ പ്രോഗ്രാം എഴുതണമെങ്കിൽ ഡാറ്റാബേസും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ടേക്സ് ഡാറ്റ ഫ്രം ഡാറ്റാബേസ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഡാറ്റ എവിടെ നിന്ന് എടുക്കും? ഡാറ്റാബേസിൽ നിന്ന് എടുക്കും. പ്രോസസ് ഇറ്റ്, ആ ഡാറ്റനെ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് എങ്ങോട്ട് സെൻഡ് ചെയ്യും? ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യും. ഇവിടുന്ന് ഡാറ്റ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് എങ്ങോട്ട് സെൻഡ് ചെയ്യും? ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യും. ക്ലയൻറ്റിലേക്ക് ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ശരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അത് തെറ്റാണെങ്കിൽ എന്ത് മെസ്സേജ് വരും? തെറ്റാണെങ്കിൽ നമുക്ക് ക്ലയൻറ്റിന് മെസ്സേജ് തരും. ഇത് തെറ്റായ യൂസർ നെയിം പാസ്വേഡാണ്, അല്ലെങ്കിൽ തെറ്റായ അക്കൗണ്ട് നമ്പറാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അത് നമുക്ക് തരും. ഓക്കെ. പിന്നെ പറയുന്നത് യൂസ്ഡ് ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജസ്. സ്റ്റാറ്റിക് വെബ് പേജ് ഉണ്ടാക്കാനല്ല സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. മറിച്ച് എന്താണ്? ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റാബേസൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ ചെയ്യുക. ഡാറ്റാബേസ് കണക്ട് ചെയ്തിട്ട് ഓരോ യൂസർക്കും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാണല്ലോ തരിക. ഞാൻ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്താൽ എൻ്റെ ഇമെയിലാണ് കാണാം. വേറെ ആൾ ലോഗിൻ ചെയ്ത അയാളുടെ ഇമെയിൽസൊക്കെ കാണാം അല്ലേ? ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്താൽ എൻ്റെ ഇൻഫർമേഷനാണ് ഞാൻ കാണുക. മറ്റൊരാൾ ലോഗിൻ ചെയ്താൽ അയാളുടെ ഇൻഫർമേഷനൊക്കെ കാണാം. അപ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള വ്യത്യസ്തമായ കണ്ടൻറ് ആയിരിക്കും കിട്ടുക. അങ്ങനെയുള്ള കണ്ടൻറ് ഡാറ്റാബേസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാം എഴുതാനാണ് എന്തുപയോഗിക്കുന്നത്? സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിളാണ് ASP, JSP, PHP തുടങ്ങിയവ. ASP, JSP, PHP തുടങ്ങിയവ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് ഉപയോഗിക്കുക എക്സാമ്പിൾസാണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമാണ്. വെബ് പേജിനകത്ത് എഴുതുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? 2 ടൈപ്പ് സ്ക്രിപ്റ്റ് ഉണ്ട്. സെർവർ സൈഡ് സ്ക്രിപ്റ്റും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും ഉണ്ട്. ചില പ്രോഗ്രാം ക്ലയൻറ്റിലാണ്, ബ്രൗസറിലാണ് റൺ ചെയ്യുക. അതിന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കും. ചില പ്രോഗ്രാം സെർവറിലാണ് റൺ ചെയ്യേണ്ടത്. അത് എഴുതാൻ നമ്മൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കും അല്ലേ? പിന്നെന്താ പറഞ്ഞത്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വാലിഡേഷൻസ്, ഇപ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടോ, പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ വാലിഡേഷൻ ഉപയോഗിക്കും. ചില കാൽക്കുലേഷൻ ചെയ്യാൻ ഉപയോഗിക്കും. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്തിനാണ് ഉപയോഗിക്കുക? ശരിക്കുള്ള പ്രോഗ്രാം ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ യൂസർ നെയിം എൻ്റർ ചെയ്തത് ശരിയാണോ, പാസ്വേഡ് എൻ്റർ ചെയ്തത് ശരിയാണോ, നമ്മളെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, നമ്മളെ മിനി സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർവറിലാണ് നടക്കുക. പ്രധാനപ്പെട്ട ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമും എവിടെ ഉണ്ടാവുക? സെർവറിലാണ് ഉണ്ടാവുക. പ്രധാനപ്പെട്ട പ്രോഗ്രാമൊക്കെ സെർവറിലുണ്ടാവുക. ആ പ്രോഗ്രാം എഴുതാൻ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യും. ഇനി ഇതിനെ രണ്ടിനെ ഒന്ന് കമ്പയർ ചെയ്യാം നമുക്ക് കേട്ടോ. എന്തൊക്കെ? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെയും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെയും ഒന്ന് നമുക്ക്
കമ്പയർ ചെയ്ത് എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. കമ്പയർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. നമുക്ക് കമ്പയർ ചെയ്യാം. പ്രധാനമായിട്ട് നമുക്ക് 5 പോയിൻറ്റ്സ് ആണ്, 5 കമ്പാരിസൺസ് ആണുള്ളത്. ആദ്യത്തെ കമ്പാരിസൺ എന്താ പറയുന്നത് നോക്കാം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദ ബ്രൗസർ ഫ്രം ദ സെർവർ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എവിടെയാണ് റൺ ചെയ്യുക? ബ്രൗസറിലാണ് റൺ ചെയ്യുക. അതുകൊണ്ട് ആ പേജ് എവിടുന്ന് കൊണ്ടുവരും? സെർവറിന് ബ്രൗസറിലേക്ക് കോപ്പി ചെയ്തിട്ട് ബ്രൗസറിലാണ് ആ പ്രോഗ്രാം റൺ ചെയ്യുക. നമുക്കറിയാമല്ലോ ഈ പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മുടെ ഒരു വെബ്സൈറ്റിൻ്റെ എല്ലാ പേജും എവിടെയാണ് കിടക്കുക? എല്ലാ പേജും കിടക്കുക സെർവറിലായിരിക്കും. എല്ലാ പേജും, നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ പേജും. ചില പേജ് എവിടെ റൺ ചെയ്യണം? ചില പേജ് ക്ലയൻറ്റിൽ റൺ ചെയ്യണം. ചില പേജ് എവിടെ റൺ ചെയ്യണം? സെർവറിൽ തന്നെ റൺ ചെയ്യണം. പക്ഷേ എല്ലാ പേജും കിടക്കുന്നത് എവിടെയാണ്? സെർവറിലാണ് എല്ലാ പേജും കിടക്കുക. ഓക്കെ. സ്റ്റാറ്റിക് പേജുകളൊക്കെ എവിടെ റൺ ചെയ്താൽ മതി? ബ്രൗസറിൽ റൺ ചെയ്താൽ മതി. ഡൈനാമിക് പേജുകളൊക്കെ എവിടെ റൺ ചെയ്യണം? സെർവറിൽ റൺ ചെയ്യണം. ക്ലയൻറ്റിൽ റൺ ചെയ്യും എന്ത്? സ്റ്റാറ്റിക് പേജ് ക്ലയൻറ്റിൽ റൺ ചെയ്യും, ഡൈനാമിക് പേജ് സെർവറിൽ റൺ ചെയ്യും. അപ്പോൾ സ്റ്റാറ്റിക് പേജ് ആണെങ്കിൽ നേരെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യും. എങ്ങനെ അങ്ങോട്ട് കോപ്പി ചെയ്യും? നമ്മളെ വെബ്സൈറ്റിൽ നിന്ന് നേരെ എടുത്തിട്ട് ഒന്നും ചെയ്യാതെ സെർവറിൽ നിന്ന് ആ പേജ് നേരെ എടുക്കും. സെർവറിൽ ഒന്നും ചെയ്യൂല. ആ പേജ് നേരെ എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുവരും? ബ്രൗസറിൽ കൊണ്ടുവരും. എന്നിട്ട് ബ്രൗസറാണ് പിന്നെ ആ പേജിനെ റൺ ചെയ്യുക. ബ്രൗസറാണ് ആ പേജിനെ റൺ ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസർ ഫ്രം ദ സെർവർ. സെർവറിൽ നിന്നും എങ്ങോട്ട് നേരെ കോപ്പി ചെയ്യും? ക്ലയൻറ്റിൻ്റെ ബ്രൗസറിലേക്ക് കൊണ്ടുവരും ആ പേജിനെ. എന്നിട്ട് ബ്രൗസർ റൺ ചെയ്യും. സെർവർ സൈഡ് സ്ക്രിപ്റ്റോ? സെർവർ സൈഡ് സ്ക്രിപ്റ്റ് റിമൈൻസ് ഇൻ ദ വെബ് സെർവർ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ക്ലയൻറ്റിലേക്ക് വരുമോ? ഇല്ല. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഇങ്ങോട്ട് വരില്ല, ക്ലയൻറ്റിലേക്ക് വരില്ല. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്താ ചെയ്യുക? സെർവർ സൈഡ് സ്ക്രിപ്റ്റ് നേരെ എന്ത് ചെയ്യുന്നറിയോ? സെർവർ സൈഡ് സ്ക്രിപ്റ്റ് നേരെ സെർവറിൽ അങ്ങ് റൺ ചെയ്യും. സെർവറിൽ ഇവിടെയാണ് അത് റൺ ചെയ്യുക. ഇവിടെ റൺ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊടുക്കും. റിസൾട്ടേ കൊടുക്കുള്ളൂ. പേജ് ഒന്നായിട്ട് അങ്ങ് കൊടുക്കില്ല, മൊത്തമായിട്ട് അങ്ങോട്ട് കൊടുക്കില്ല. മറിച്ച് എന്താ ചെയ്യുക? സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എവിടെ റൺ ചെയ്യും? ഇവിടെ തന്നെ റൺ ചെയ്യും. ഇവിടെ റൺ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് മാത്രമാണ് ക്ലയൻറ്റിലേക്ക് കൊടുക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ നോക്കാം എന്താ പറഞ്ഞത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദ ബ്രൗസർ ഫ്രം ദ സെർവർ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് സെർവറിൽ നിന്നും ബ്രൗസറിലേക്ക് അല്ലെങ്കിൽ ക്ലയൻറ്റ് മെഷീനിലേക്ക് കോപ്പി ചെയ്യും. പക്ഷേ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് റിമൈൻസ് ഇൻ ദ വെബ് സെർവർ ആൻഡ് നോട്ട് കോപ്പീഡ് ടു ക്ലയൻറ്റ് സൈഡ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് ബ്രൗസറിലേക്കോ ക്ലയൻറ്റിലേക്കോ അയക്കില്ല. ആ സ്ക്രിപ്റ്റ് എവിടെ റൺ ചെയ്യും? സെർവറിൽ റൺ ചെയ്യും. അതിൻ്റെ റിസൾട്ട് ക്ലയൻറ്റിലേക്ക് കൊടുക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് എന്താ? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ക്ലയൻറ്റ് ബ്രൗസർ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എവിടെയാണ് റൺ ചെയ്യുക? ബ്രൗസറിലാണ് റൺ ചെയ്യുക. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ ബ്രൗസർ ആൻഡ് റിസൾട്ട് ഈസ് റിട്ടേൺ ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. മുകളിൽ പറഞ്ഞതിൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് ചെറിയ അർത്ഥത്തിൽ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യും, റിസൾട്ട് ക്ലയൻറ്റിന് കൊടുക്കും. മൂന്നാമത്തെ പോയിൻ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ ഓഫ് ഡേറ്റ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ, യൂസർ നെയിം പാസ്വേഡൊക്കെ എൻട്രി ചെയ്തിടണമെന്ന് വാലിഡേറ്റ് ചെയ്യാനാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ടേക്സ് ഡേറ്റ ഫ്രം ഡേറ്റാബേസ്, പ്രോസസ് ഇറ്റ് ആൻഡ് റിട്ടേൺ ടു ദ ക്ലയൻറ്റ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്താ ചെയ്യുക? ഡേറ്റാബേസിൽ നിന്ന് ഡേറ്റ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് ആർക്ക് കൊടുക്കുക? ക്ലയൻറ്റ് സൈഡിലേക്ക് കൊടുക്കുക. ഓക്കെ. നാലാമത്തെ പോയിൻ്റ്, യൂസേഴ്സ് ക്യാൻ ബ്ലോക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? ജാവാ സ്ക്രിപ്റ്റൊക്കെ നമുക്ക് ബ്രൗസറിൽ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിങ്ങനെ ബ്ലോക്ക് ചെയ്യണത് എന്താ പറയുക? ചില പ്രോഗ്രാമുകൾ, ചില സ്ക്രിപ്റ്റ്സ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റുകൾ വൈറസ് പ്രോഗ്രാമുകളാവാനും നമ്മളെ കമ്പ്യൂട്ടറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രൗസറിൻ്റെ സെറ്റിങ്സ് പോയിട്ട് നമുക്കത് ബ്ലോക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ബ്രൗസറിൻ്റെ നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ, ബ്രൗസറിൻ്റെ ചില സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ ജാവാ സ്ക്രിപ്റ്റൊക്കെ ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ ആ
പേജിൽ പിന്നെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മളെ ബ്രൗസറിൽ റൺ ചെയ്യില്ല. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രോഗ്രാമുകൾ ആളുകൾ എഴുതി വെക്കുന്ന ചില പ്രോഗ്രാമുകൾ ചിലപ്പോൾ വൈറസ് പ്രോഗ്രാം ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ സ്റ്റീൽ ചെയ്യാൻ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഡാമേജ് വരുത്താൻ സാധ്യതയുള്ള സ്ക്രിപ്റ്റുകൾ എഴുതാൻ സാധിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിനെ ബ്ലോക്ക് ചെയ്യാം. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ യൂസർ. നമുക്ക് എന്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല? സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എവിടെയാണ് കഴിഞ്ഞാൽ സെർവറിൽ ഇരിക്കുന്ന ഒരു ഡാറ്റയും ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് പെർമിഷൻ കിട്ടിയാലല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അത് 4ാമത്തെ പോയിന്റ്. 5ാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ബ്രൗസർ ക്യാൻ അഫക്റ്റ് ദ വർക്കിംഗ് ഓഫ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ചില ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ചില ബ്രൗസറിൽ വർക്ക് ചെയ്യില്ല. ചിലത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന ബ്രൗസറിൽ വർക്ക് ചെയ്യുമെങ്കിലും മറ്റ് ചിലത് ഫയർഫോക്സിൽ വർക്ക് ചെയ്യില്ല. ചില സ്ക്രിപ്റ്റുകൾ ചില ബ്രൗസറിൽ വർക്ക് ചെയ്യില്ല. പൊതുവിൽ VB സ്ക്രിപ്റ്റ് ചില ബ്രൗസറിലും വർക്ക് ചെയ്യില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എല്ലാ ബ്രൗസറിലും റൺ ചെയ്യണം നിർബന്ധമില്ല. പിന്നെ അടുത്ത പോയിന്റ് എന്താ? ബ്രൗസർ കനോട്ട് അഫക്റ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. ക്ലയൻറ്റ് സൈഡ് അല്ല കേട്ടോ, ഇവിടെ സെർവർ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഞാൻ എഴുതിയിട്ട് തെറ്റിപ്പോയതാണ്, ശ്രദ്ധിക്കണേ. ബ്രൗസർ കനോട്ട് അഫക്റ്റ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ ബ്രൗസറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വളരെ സിമ്പിളാണ്. പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് സെർവറിൽ നിന്നും ബ്രൗസറിലേക്ക് കോപ്പി ചെയ്യും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് പിന്നെ എങ്ങോട്ട് കോപ്പി ചെയ്യില്ല? സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ക്ലയൻറ്റിലേക്ക് കോപ്പി ചെയ്യില്ല, മറിച്ച് എവിടെ തന്നെ റൺ ചെയ്യും? സെർവറിൽ തന്നെ റൺ ചെയ്യും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എവിടെയാണ് റൺ ചെയ്യുക? ക്ലയൻറ്റിലാണ് റൺ ചെയ്യുക. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എവിടെയാണ് റൺ ചെയ്യുക? സെർവറിലാണ് റൺ ചെയ്യുക. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് വാലിഡേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്ത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് സെർവറിൽ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് ആർക്ക് കൊടുക്കുക? ക്ലയൻറ്റിന് കൊടുക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ ബ്രൗസറിന് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. ഇവിടെ ബ്ലോക്ക് ചെയ്യാം, വേണ്ടാന്ന് പറയാം, റൺ ചെയ്യരുത് എന്ന് പറയാം. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ ബ്രൗസറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് എ കമ്പാരിസൺ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡിൽ ബ്രൗസറിൽ റൺ ചെയ്യും. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് സെർവർ സൈഡിലാണ് റൺ ചെയ്യുക. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് സെർവറിൽ നിന്നും ക്ലയൻറ്റിലേക്ക് കൊണ്ടുവരും, ബ്രൗസറിലേക്ക് കൊണ്ടുവന്നിട്ട് ബ്രൗസർ റൺ ചെയ്യും. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് സെർവറിൽ തന്നെ റൺ ചെയ്യും, റിസൾട്ട് മാത്രം ക്ലയൻറ്റിന് കൊടുക്കും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് വാലിഡേഷൻസിന് യൂസർ നെയിം പാസ്വേഡ് എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോലെയുള്ള വാലിഡേഷൻസ് യൂസ് ചെയ്യും. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡും ശരിയാണോ എന്ന് ഡേറ്റാബേസ് പോയി ചെക്ക് ചെയ്യും. അപ്പോൾ ഡേറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്ത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ആണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ക്ലയൻറ്റിന് കൊടുക്കുക. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ വേണമെങ്കിൽ ബ്രൗസറിന് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ ബ്രൗസറിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് ദ കമ്പാരിസൺ, റൈറ്റ്? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്നും കൂടി ജസ്റ്റ് പറയാം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വെബ് ബ്രൗസറിൽ എഴുതുന്ന വെബ് പേജിൽ എഴുതുന്ന പ്രോഗ്രാമാണ്. HTML പേജിനകത്താണ് നമ്മൾ ആ പ്രോഗ്രാം എഴുതുക. ആ പ്രോഗ്രാം എഴുതാൻ നമ്മൾ ഏത് ടാഗ് യൂസ് ചെയ്യും? സ്ക്രിപ്റ്റ് എന്ന ടാഗ് യൂസ് ചെയ്യും. സ്ക്രിപ്റ്റ് എന്ന ടാഗിനകത്താണ് പ്രോഗ്രാം എഴുതുക. ഈ പ്രോഗ്രാം നമ്മളെ വെബ് പേജിനെ ഇൻട്രാക്റ്റീവ് ആക്കും. 2 ടൈപ്പ് സ്ക്രിപ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ്? ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഉണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ക്ലയൻറ്റിൽ ബ്രൗസറിൽ റൺ ചെയ്യും. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് സെർവറിൽ റൺ ചെയ്യും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ യൂസ് ചെയ്യും. ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്താ? ഡാറ്റാബേസ് യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് ആ ഡാറ്റനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിൻ്റെ ബ്രൗസറിനെ ബ്ലോക്ക് ചെയ്യാം. സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ ബ്രൗസറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? സോ വി ആർ
സ്റ്റോപ്പിംഗ് ഹിയർ ഫോർ ദ ടൈം ബീയിങ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും? കുറേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. നമുക്ക് ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, ASP, JSP എന്ന് പറഞ്ഞ് കുറേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത ചാപ്റ്ററിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിട്ട് അവസാനിപ്പിക്കട്ടെ. ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നു തോന്നുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. Once again, thank you very much. Stopping here, expecting you in the next session. Thank you very much.